ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാർ, ഇന്ന് ഫെബ്രുവരി 11 ആയിരുന്നല്ലോ. ഞാനിത് പോസ്റ്റ് ചെയ്യുക എപ്പോഴാണെന്നറിയില്ല. എന്തായാലും ഫെബ്രുവരി 11 ലൂർദ് മാതാവിൻ്റെ ദിനമാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഭവനത്തിലെ പരിശുദ്ധ അമ്മ ഫാത്തിമ മാതാവ് സെൻറ്റ് റാഫേൽ യൂണിറ്റിൽ നിന്നും ഞാൻ വീട്ടിലേക്ക് വന്നത് ഈ ഒരു ഫെബ്രുവരി മാസത്തിലായിരുന്നു. 25 വർഷം മുമ്പ് ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. 25 വർഷം മുമ്പ് സഹനം മുന്നേ തന്ന് അമ്മ ഇവിടെ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്നൊന്നായി പറഞ്ഞു തരുന്നുണ്ട്. ആ അമ്മയുടെ 25ാം വാർഷികം ഇന്നാണ് ഞങ്ങൾ ആഘോഷിച്ചത്, അതായത് ഫെബ്രുവരി 11. ഈ വീഡിയോ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യുക എന്നറിയില്ല. വാർഷികത്തിൻ്റെ സഹനമായി ഭയങ്കരമായ പനിയും ചുമയുമൊക്കെ സമാനമായി പരിശുദ്ധ അമ്മ തന്നിട്ടുണ്ട്. സഹനമില്ലാതെ കൃപയില്ലല്ലോ. ഇന്ന് രോഗീദിനം കൂടി ആയതുകൊണ്ട് നമ്മുടെ സിംസണും വിൽസണും സൈമണുമൊക്കെ വന്നിട്ടുണ്ട്. കണ്ണ് കാണാത്ത സിംസൺ, തളർന്നു കിടക്കുന്ന വിൽസൺ, അപ്പുറത്തിരിക്കുന്ന ബ്രൗൺ ഷർട്ട് കണ്ണ് കാണാത്ത സൈമൺ. ഇതാണ് സിംസൺ, ജപമാല കെട്ടിയുണ്ടാക്കിയ മരിയാക്ഷം. ചെടിയിൽ നിന്നും കിട്ടുന്ന കുരു തുളച്ച് ജപമാലയുണ്ടാക്കുന്ന സിംസൺ. നല്ല സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. പക്ഷേ എനിക്ക് വയ്യാതെ പോയി. എങ്കിലും പരിശുദ്ധ അമ്മ 25 വർഷമായിട്ട് ഞങ്ങളിതുപോലെ പരിപാലിച്ചല്ലോ എന്നോർത്ത് ഞങ്ങൾക്ക് അതിശയമാണോ സന്തോഷമാണോ എന്താണെന്ന് പറയാൻ പറ്റില്ല. അതിനിടയിൽ ഭീകരമായ സഹനങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോഴും സഹനത്തിൽ തന്നെയാണ്. എങ്കിലും സഹനം കുർബാനയാക്കാൻ ഇവിടെ വന്ന മക്കൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്ത് സഹനം വന്നാലും അവർ സന്തോഷത്തോടെ പിടിച്ചു നിൽക്കാൻ ഒരു പരിധിവരെ പരിശുദ്ധ അമ്മ സഹായിക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ എൻ്റെ ജീവിതാനുഭവത്തിലൂടെ അവർക്ക് ഈശോനാഥൻ കൊടുത്ത ശക്തിയായിരിക്കാം. സഹനമില്ലാതെ രക്ഷയില്ലല്ലോ. എല്ലാവരും ജപമാല ചൊല്ലി ഞങ്ങളുടെ പുരോഹിതന്മാരെ കാത്തിരിക്കുകയാണ്. എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് വേഗം തന്നെ പരിപാടി അവസാനിപ്പിക്കാനായിരുന്നു. 4 ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് കാഴ്ചവെച്ചു. 25 വർഷമായിട്ട്, 1-2 വർഷമല്ലല്ലോ, 25 വർഷമായിട്ട് അമ്മ നടത്തിക്കൊണ്ടുപോയ അമ്മമാരുടെ കൂട്ടായ്മ 3 ആൾ ആയി തുടങ്ങിയതാണ്. പിന്നീട് ഇവിടെ വന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാമല്ലോ എന്നോർത്ത് വരുന്നവരുണ്ട്. നമുക്കൊക്കെ നമ്മുടെ വീട്ടിലിരുന്നാൽ ഒരു ജപമാല പോലും ചൊല്ലാൻ ചിലപ്പോൾ സാധിക്കില്ല. ഉറക്കം വരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രശ്നം വരും. കുട്ടികളുള്ളവർ പിന്നെ അതിന് അവരുടെ ശല്യങ്ങളുണ്ടാകും. അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാണ്. പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ കുഴപ്പമില്ല, ആരാധന മുമ്പിലും ഇരിക്കാം. പക്ഷേ അവിടെ ലിമിറ്റേഷൻസ് ഉണ്ട്. എപ്പോഴെപ്പോഴും ഈ സുഖമില്ലാത്തവർക്ക് വെള്ളം കുടിക്കാനും കാല് നീട്ടിയിരിക്കാനും ഒക്കെ ഒരു അസ്വസ്ഥത. ഇവിടെയാകുമ്പോൾ വീടിൻ്റേതായൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അമ്മമാർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാ. പരിശുദ്ധ അമ്മ പല പ്രാവശ്യം ഞങ്ങളെ സന്ദർശിക്കാൻ വന്നു. കാര്യമായി എന്നെ സന്ദർശിച്ചപ്പോഴൊക്കെ വലിയ വലിയ സഹനങ്ങളും തന്നിട്ടാണ് പോയിട്ടുള്ളത്. ഇന്ന് എല്ലാവരും പറയുമായിരുന്നു, ചേച്ചി ഇവിടെ ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല. മരണം മുന്നിൽ കണ്ട് എല്ലാം അവസാനിപ്പിച്ച് ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് പോയവളാണ് ഞാൻ. ഇതും പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. പാട്ട് മാതാവ് പറഞ്ഞു കൊടുക്കുന്ന ഷീനയും പാട്ട് പാടുന്ന ട്രീസയും അങ്ങനെ എല്ലാവരും വന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാനാണ്. ജൂബിലി വർഷത്തിൽ ഇനി എത്ര നാൾ ഉണ്ടാകുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. അത് എൻ്റെ ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടും പൊതുവായിട്ടും എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകും, അത് ദൈവഹിതം പോലെ നടക്കട്ടെ.
ഞങ്ങളെല്ലാവരും പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി. അമ്മ ഞങ്ങളെ നയിച്ചത് ഈശോയിലേക്കാണ്. പരിശുദ്ധ അമ്മ ഞങ്ങളെ നയിച്ചത് കുർബാനയിലേക്കാണ്. കുർബാന, പരിശുദ്ധ ജപമാല, ദിവ്യകാരുണ്യ ആരാധന, ഇതാണല്ലോ ഫാത്തിമയിലും എല്ലാ പ്രത്യക്ഷീകരണങ്ങളിലും അമ്മ പറഞ്ഞത്. 25 വർഷത്തിനുള്ളിൽ അമ്മ ചെയ്ത കുറേയേറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാനെല്ലാം ഓർത്തെടുത്ത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് പങ്കുവയ്ക്കും. ഓരോ പങ്കുവയ്ക്കലിലും നിങ്ങൾക്ക് പുതിയ ഉൾക്കാഴ്ചകൾ കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നേ ദിവസം മാതാവ് പറഞ്ഞു, എളിമ എന്ന പുണ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കുക. എളിമയില്ലാത്തൊരു പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ വിലയില്ല. നമ്മൾ എന്തൊക്കെ കസർത്തുകൾ കാണിച്ചാലും അനുദിന ജീവിതത്തിൽ എളിമയില്ലെങ്കിൽ പ്രാർത്ഥനകളൊന്നും ദൈവസന്നിധിയിൽ സ്വീകാര്യമാവുകയില്ല എന്ന്. അതിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. കുറേയധികം ആളുകൾ ഈ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നിരുന്നു. കാരണം ഇന്ന് ഫെബ്രുവരി 11 കൂടിയാണല്ലോ. ഫെബ്രുവരി 11 ആയതുകൊണ്ട് ആ ഒരു ആഘോഷവും മനസ്സിൽ വെച്ച് ഒപ്പം ഞങ്ങളുടെ 25-ാം വാർഷികവും. ഇത് എൻ്റെ കൂട്ടുകാരിയാണ്. ഈ നിൽക്കുന്ന മകൾ ഡിഗ്രി വരെ എൽസി എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ഒരു സഹോദരിയാണ്. ദൂരത്തു നിന്നാണ് എൻ്റെ കൂട്ടുകാരി വന്നിട്ടുള്ളത്. ഇവിടെ ഇന്ന് വന്നിട്ടുള്ളവർ മുഴുവൻ അകലെ നിന്നാണ് കേട്ടോ. കോട്ടയത്തു നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും തൊടുപുഴയിൽ നിന്നൊക്കെ വന്നവരുണ്ട്. ഞങ്ങൾ വാദിച്ച് പഠിച്ചിട്ടുള്ളവരാണ്, ഞാനും എൻ്റെ കൂട്ടുകാരിയും. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും ജോലി കർത്താവ് അനുവദിച്ചില്ല. നല്ല പഠിപ്പിസ്റ്റുകളായിരുന്നു ഞങ്ങൾ. പിന്നെ കർത്താവിൻ്റെ പദ്ധതി ഇതായിരിക്കാം എന്നാണ് എൻ്റെ കൂട്ടുകാരി പറഞ്ഞത്. എന്തായാലും നല്ല ഒരു അനുഭവമായിരുന്നു. എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ യേശു ഞങ്ങളെല്ലാവരും എൻ്റെ വികാരിയച്ഛനെ കാത്തിരിക്കുകയാണ്. വികാരിയച്ഛൻ വന്നിട്ട് വേണം ഈ 25-ാം വാർഷികത്തിൻ്റെ കേക്ക് മുറിച്ച് സന്തോഷം പങ്കിടാൻ. ഒപ്പം കുറച്ച് അച്ഛന്മാരും കൂടി ഇവിടെ വരാറുണ്ട്. അവരെല്ലാം വിളിച്ചിട്ടുണ്ട്. ദൈവാനുഗ്രഹത്താൽ അവരെല്ലാവരും ഇന്ന് വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ അച്ഛന്മാരെ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ മരിയം ജർമ്മനിയിൽ റോമിലാണ് പഠിച്ചത്. ജർമ്മനിയിൽ ആയിരുന്നു 12 വർഷം ഇരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെയൊക്കെ നന്നായിട്ട് അറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥകേന്ദ്രമാണ് ലൂർദ്. ലൂർദിൻ്റെ പ്രത്യേകത നാളെ ഞാൻ പള്ളിയിൽ പറയാൻ അവിടുത്തെ ആൾക്കാരൊക്കെ കൂടി ഉണ്ട്. ഇങ്ങനെ കൈകൂപ്പി പിടിച്ച് നിൽക്കണ പോലെയാണ് അവിടുത്തെ കെട്ടിടം.
ഏറ്റവും 3 ബസലിക്കകളാണ് ഒരു പള്ളിയിൽ, മാതാവിൻ്റെ പള്ളിയിൽ. ഏറ്റവും മുകളിൽ അമലോൽ മാതാവിൻ്റെ ബസലിക്ക, നടുവിൽ കയറി ചെല്ലുന്നിടത്ത് ജപമാല മാതാവിൻ്റെ ബസലിക്ക, താഴത്തെ നിലയിൽ പത്താംഗ്യൂസ് മാർപ്പാപ്പയുടെ ബസലിക്ക. അതിൻ്റെ നേരെ തൊട്ട വലതുവശത്താണ് ഒരു പാറയുടെ അടിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. അവിടെയുള്ള നീരുറവയിൽ നിന്ന് വെള്ളം വരുന്നത്, അത് കുളിക്കാനുള്ളൊരു കടവുണ്ട്, കുടിക്കാൻ വെള്ളം എടുക്കുന്ന സ്ഥലമുണ്ട്. മാതാവിനുള്ള നിങ്ങളുടെ ഭക്തി അനുഗ്രഹീതമാണ്. എല്ലാ ആശംസകളും നേരുന്നു. ജോൺ പോൾ മാർപ്പാപ്പ ആണ് പറയുന്നത്, ലൂർദിലെ ഏറ്റവും വലിയ സന്ദേശം മാനസാന്തരം, പ്രാർത്ഥന, ഉപവാസം, ദൈവത്തിലേക്ക് ഈശോയിലേക്ക് അടുക്കുക. അതിനുവേണ്ടിയാണ് ഈ 3 കാര്യങ്ങളും അമ്മ നമ്മളോട് പറയുന്നത്. അതിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. ഈ ഒത്തുചേരൽ ഏറ്റവും അനുഗ്രഹീതമാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ഈ ഇടവയ്ക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും, നമുക്കും നമ്മുടെ വീടിനും എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ ഈ ഒത്തുചേരൽ 25-ാം വർഷം കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേർന്ന് ഈ കേക്ക് മുറിക്കാൻ അനുവാദം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനൊന്നും പറഞ്ഞില്ല. മുറിച്ച പാട്ട് പാടി. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ശരണം ഗമിപ്പോ നിൻ തൃപ്പാദത്തിൽ, കരുണ തന്നിറകുടമാകുമമ്മേ. ശരണോടെ ഇവരെ നീ കാക്കണമേ, കന്യകമാരുടെ റാണി നീയേ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. പേടിക്കൂട്ടി കന്യകമേരിയമ്മേ, കാവൽമാരാകമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ. സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ ആവേ ആവേ. ഇത് ഫാദർ വർഗീസ് തരകനാണ്. ഈ അച്ഛനാണ് എരവിമംഗലം പള്ളി പുതിയതാക്കി പണിത് ഞങ്ങൾക്കായിട്ട് തന്നത്. ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ള അച്ഛനാണ് 25 വർഷം മുമ്പ് ഫാദർ ഫ്രാൻസിസ് നിലങ്കാവിൽ പരിശുദ്ധ അമ്മയെ എല്ലാ യൂണിറ്റുകളിലേക്കും തന്നയച്ചത്. അങ്ങനെ അച്ഛൻ്റെ ഒരു നിർദ്ദേശപ്രകാരം എല്ലാ യൂണിറ്റുകളിലും കടന്നു വന്ന പരിശുദ്ധ അമ്മ തിരിച്ച് പള്ളികളിലേക്ക് തന്നെ പോയി, പള്ളിയിലേക്ക് തന്നെ. ഇവിടുത്തെ യൂണിറ്റ് മാത്രം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥന തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇത് ജോസച്ചനാണ്. ജോസച്ചനും ഞങ്ങളുടെ വികാരിയച്ഛനും ക്ലാസ്മേറ്റ്സാണ്. ഇത് MMB ബ്രദേഴ്സിലെ സുപ്പീരിയർ ബ്രദറാണ്. ഇവരെല്ലാം എൻ്റെ ക്യാൻസറിൻ്റെ രോഗാവസ്ഥയിൽ എന്നെ വളരെയധികം ബലം തന്ന്
വളരെയധികം ബലപ്പെടുത്തിയിട്ടുള്ള സമർപ്പിത മക്കളാണ്. മരണം വരെ ഇവരെ ഞാൻ മറക്കില്ല. മരിച്ചാലും മരിച്ചതിന് ശേഷവും എവിടെ പോയാലും ഞാനിവരെ ഓർക്കും. കാരണം അത്രമാത്രം ഇവർ എൻ്റെ ജീവിതത്തിൽ ശക്തി പകർന്നു തന്നിട്ടുണ്ട്. എല്ലാ അച്ഛന്മാർക്കും ഞങ്ങൾ മാതാവിൻ്റെ കേക്ക് കൊടുത്തപ്പോൾ ഒരൊറ്റ അച്ഛന്മാരും കേക്ക് കഴിക്കുന്നില്ല. ആർക്കും കേക്ക് വേണ്ട. പിന്നെ ഇന്ന് 3 നോമ്പിൻ്റെ ദിവസങ്ങളാണല്ലോ. അതുകൊണ്ട് ഭക്ഷണവും ഇവർക്ക് ആവശ്യമില്ല. 3 നോമ്പാണ്, ഇന്നലെ ഇന്നും നാളെയും ഒക്കെ. ഇത് തലക്കോട്ടരച്ചനാണ്. എപ്പോഴും പരിശുദ്ധ കുർബാനയൊക്കെ കൊണ്ടുവന്ന് തന്ന് എന്നെ ആശ്വസിപ്പിക്കുന്ന അച്ഛൻ. ഒരു പരിധിവരെ എൻ്റെ സൗഖ്യത്തിൻ്റെ പിന്നിൽ ഈ തലക്കോട്ടരച്ചനാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ഈശോനെ കിട്ടിയില്ലല്ലോ എന്ന് പരാതി പറഞ്ഞാൽ ഉടനടി അച്ഛൻ എവിടെ നിന്നാണെങ്കിലും ഓടി വരും. 11 മാസം അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നല്ലോ. സമർപ്പിതരുടെ ഒരു കൈവപ്പുണ്ടല്ലോ, അത് ഒരു വല്ലാത്ത ശക്തിയാണ് രോഗികൾക്കും പാപികൾക്കും എല്ലാം. വികാരിയച്ഛൻ എൻ്റെ ഗുരുവാണ്. അച്ഛൻ്റെ കീഴിലാണ് ഞാൻ തിയോളജി പഠിച്ചത്. അപ്പോൾ ജൂബിലിയുടെ എല്ലാ ആശംസകളും ദൈവാനുഗ്രഹങ്ങളും നേരുകയാണ്. ചൊവ്വാഴ്ച ദിവസം ഇവിടെ എല്ലാവരും ഒന്നിച്ചുകൂടി ഒത്തിരിയേറെ സമയം പ്രാർത്ഥിക്കുന്നു അല്ലേ? അത് തുടങ്ങിയിട്ടല്ലേ 25 വർഷം തുടങ്ങിയിട്ട് 25 വർഷം. ഒത്തിരിയേറെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. അങ്ങനെ 25 വർഷമായിട്ട് നിന്നു പോകാതെ പൂർവാധി ശക്തിയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ആഴ്ചയ്ക്ക് സുഖമില്ലാണ്ടായപ്പോൾ നമ്മുടെ പ്രതിസന്ധി മാത്രമായിരുന്നു. ആ പ്രതിസന്ധികളുടെ ഇടയിലും നിങ്ങൾ കുറച്ച് പേര് ചേച്ചിയുടെ കൂടെ നിന്ന് അത് അല്പം പോലും പുറകോട്ട് പോകാതെ അതിനെ ചേർത്ത് പിടിച്ചെന്നുള്ളതാണ് സവിശേഷതയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ നിങ്ങളൊക്കെ മാധവനോട് ഒരുപാട് സ്നേഹമുള്ളവരും ഭക്തിയുള്ളവരാണ്. പിന്നെ നിങ്ങളത് പഠിപ്പിക്കേണ്ട കാര്യം എനിക്കറിയാം. നിങ്ങൾ പ്രാർത്ഥിക്കുക ഒരുപാട് വലിയവർക്കും സമർപ്പികൾക്കും ഭരണകർത്താക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്കറിയാം. പിന്നെ മാതാവ് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സന്തോഷം ലൂർദിൽ 15 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 15 പ്രാവശ്യം സുബർണത്തേക്ക് പരിശുദ്ധ അമ്മയുടെ ഓടുള്ള ഭക്തി നമുക്കുള്ളതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ ആത്മീയത ഉൾക്കൊള്ളാനുള്ള ഒരു പരിശ്രമമാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഉണ്ടാകുന്നത്. പരിശുദ്ധ അമ്മയുടെ ഒരുപാട് ഒരു ഭാഗ്യം കിട്ടി, ഭാഗ്യമായിട്ട് നമ്മൾ പറയും. പക്ഷെ ആ കാലഘട്ടം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ കർത്താവിൻ്റെ ദാസന് പറഞ്ഞ ആ നിമിഷം മുതൽ അമ്മ കടന്നുപോയ വേദനകൾ ഒരു നീണ്ട പരമ്പരയുണ്ട്. അപ്പോൾ അതിലൊന്നും വിശ്വാസം നഷ്ടപ്പെടാതെ വിശ്വാസത്തിൽ അടിയുറച്ച് അമ്മ നിന്നുകൊണ്ട് അതിനെയൊക്കെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നുള്ളതാണ്. ആ അമ്മയുടെ മാതൃകയാണ് നമ്മൾ പിന്തുടരേണ്ടത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ വിശ്വാസം നമുക്ക് പതറിപ്പോകാൻ പാടില്ല. ഈ പ്രതിസന്ധികൾ സ്പിരിച്വാലിറ്റി പരമാവധി ഉൾക്കൊള്ളാൻ ഈ കുടുംബം തയ്യാറായി എന്നുള്ളതാണ് ഈ കുടുംബത്തിൻ്റെ സവിശേഷത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സഹനത്തിൻ്റെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു കഴിഞ്ഞ് ഈ കുടുംബം ഒരിക്കലും തകർന്നില്ലെന്ന് മാത്രമല്ല, കുടുംബം കൂടെ കൂടെ ഉയർന്നു പോകുന്ന കാഴ്ചയാണെന്ന് കാണുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് വലിയൊരു ശിക്ഷണത്തിൻ്റെ പുണ്യദിനത്തിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടിയതിന് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളെല്ലാം നൽകുന്ന മാനസാന്തരം,
പ്രാർത്ഥന, തപസ് അല്ലെങ്കിൽ ഉപവാസം, അതിലൂടെ എല്ലാം ഈശോയോടും ദൈവത്തോടും ഒന്നായി തീരുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ. അമ്മയുടെ സാന്നിധ്യവും പ്രാർത്ഥനയും എല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹവും ശാന്തിയുമാണ്. അത് ഞങ്ങൾക്ക് രോഗശാന്തിയായും ജീവിതത്തിലെ അനേക തലങ്ങളിലും അനുഗ്രഹമായി പകരട്ടെ. ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഓരോ ചെറിയ ത്യാഗത്തിനും ഈശോയുടെ 100% അനുഗ്രഹം നമുക്കുണ്ടാകുമെന്ന് പറഞ്ഞ അവിടുത്തെ വചനത്തിൻ്റെ വലിയ വാഗ്ദാന പൂർത്തീകരണം ഇന്ന് ഇവിടെ സംഭവിക്കട്ടെ. പരിശുദ്ധമ്മേ, അമ്മയുടെ തിരുക്കുമാരനിലൂടെ ഞങ്ങൾ വൈദികരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവദിക്കുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരിലേക്കും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളിലേക്കും കർത്താവിൻ്റെ കൃപാവരം നൽകണമേ. ഞങ്ങൾ വൈദികരെ ഒരുമിച്ച് ആശീർവാദം തരികയാണ്. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഞങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അച്ഛന്മാർക്ക് തിരക്കായതുകൊണ്ട് അവരൊക്കെ പോവുകയാണ്. ഈ പരിശുദ്ധ അമ്മയെ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാൻ ഇടയാക്കിയ ഫ്രാൻസിസ് നിലങ്കാവിലച്ഛൻ എന്തെങ്കിലും മാതാവിനെക്കുറിച്ച് പറയൂ അച്ഛ എന്ന് പറയുമ്പോൾ അച്ഛൻ പറയും, വേണ്ട, മാതാവിനെക്കുറിച്ച് എല്ലാം അറിയാലോ എന്ന്. എങ്കിലും പ്രത്യേക ദിവസം അറിയാവോ? അല്ല, എല്ലാ ബുധനാഴ്ചയും നമ്മുടെ സഭയിലെ ഏറ്റവും മാതാവിന് വേണ്ടി നീക്കി വയ്ക്കപ്പെട്ട ദിവസം അതാണ്. അച്ഛന്മാർ ചെല്ലുന്ന യാമപ്രാർത്ഥനകളിലെ എല്ലാ ബുധനാഴ്ചകളും, നോയമ്പായാലും എല്ലാ ബുധനാഴ്ചകളിലും മാതാവിന് വേണ്ടി നീക്കി വയ്ക്കപ്പെട്ട ദിവസമാണ്. ശരിക്കും അന്ന് നോമ്പ് ഉപവാസം എടുക്കുന്ന ദിവസമാണ്. നമ്മുടെ സഭയിൽ 225 ദിവസങ്ങളുള്ള നോയമ്പിന്, അറിയാവോ? അതല്ല ഞാൻ പറഞ്ഞു. നോയമ്പ്, 20 നോയമ്പ്, മാതാവിൻ്റെ ബുധനാഴ്ച നോയമ്പ്, വെള്ളിയാഴ്ച നോയമ്പ്, പിന്നെ 8 നോമ്പ്, 5 നോയമ്പ്. വലിയ നോയമ്പിൻ്റെ ഒരുക്കമായിട്ടാണ് 3 നോമ്പ്. ഇന്ന് 3 നോയമ്പാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം 3 നോയമ്പിൻ്റെ ഭാഗമാണ്. അപ്പോൾ സഭയിലെ മാതാവിന് ഈ മാതാവ് സ്വർഗത്തിലേക്ക് കരയേറി പോകുന്ന സമയത്ത് മാതാവിൻ്റെ അരക്കച്ചയിൽ നിന്ന് വീണ സൂനാറയാണ് തോമസ് ലിഹായ്ക്ക് ലഭിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ഇന്ന് യാക്കോബായ പള്ളികളിലൊക്കെ മാതാവിൻ്റെ സൂനാറ കാണും. സൂനാറിന് അരക്കെട്ട്. അപ്പോൾ അത്രയും വിശ്വാസം ഉള്ള ഒരു സമൂഹം ഉണ്ട്, മാതൃഭക്തി വളർത്തുന്ന സമൂഹമുണ്ട്. ഇന്ന് കുറവുളങ്ങാട് പള്ളിയിലൊക്കെ മാതാവിൻ്റെ പള്ളിയിലൊക്കെ 3 നോയമ്പ് ആചരണമാണ്. പ്രാർത്ഥനയും ഉപവാസത്തോടു കൂടിയാണ് ആചരണം നടത്തപ്പെടുക. 8 നോമ്പിന് ഇതുപോലെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്ന ടിപ്പു സുൽത്താനെതിരെ മാതാവ് നിന്നതാണ് 8 നോമ്പ് ആചരണത്തിൻ്റെ ഭാഗം. ഇതുപോലെ പശ്ചിമേഷ്യയിലെ പ്ലേഗ് വന്നപ്പോൾ അതിന് തട നിൽക്കാൻ വേണ്ടി എല്ലാവരും ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും സന്ധ്യ നമസ്കാരം ചൊല്ലി അങ്ങനെ ഈശോയുടെ ഭക്തി വളരുമ്പോൾ അവിടെ പ്ലേഗ് സംരക്ഷിച്ചു പോവുകയും മരണം ഇല്ലാതാവുകയും ചെയ്ത സാഹചര്യം. ഇതൊക്കെയാണ് നോമ്പുകളുടെ ഒരു പ്രത്യേകത കാര്യങ്ങൾ. കർത്താവിൻ്റെ മരണത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ ആണ് ശിഷ്യന്മാരെ ബലപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിൽ ബല നൽകുന്നത് പരിശുദ്ധ അമ്മയാണ് എന്ന് പറയാം. യോന നോയമ്പ് തന്നെ പറയാം തന്നെ. നിനവേക്കാരൻ മാനസാന്തരത്തിന് യോന പ്രസംഗിച്ചതിൻ്റെ ഭാഗമായി നിനവേക്കാരൻ മാനസാന്തരത്തിന് വലിയ നോമ്പൊക്കെ എപ്പോൾ ഈസ്റ്റർ മാറി മാറി പറഞ്ഞനുസരിച്ചിട്ട് വലിയ നോയമ്പ് മാറി വരും. അപ്പം അതിന് 18 ദിവസം മുമ്പ് വരുന്ന നോയമ്പാണ് ഈ നിനിവേ നോയമ്പ്, അല്ലെങ്കിൽ ബൗസ നോയമ്പ്, യാതന നോയമ്പ് എന്നൊക്കെ പറയുന്ന ഈ നോമ്പ്. ഇന്നാ ദിവസമാണ് ഇന്നലെയും ഇന്നും നാളെയും. അതിൻ്റെ ആഘോഷം വ്യാഴാഴ്ചയിലെ ക്രിയാനി പള്ളിയുണ്ട്, അസേറിയൻ ചേർത്ത് സൂറായി പള്ളി എന്ന് പറയില്ലേ. അവിടെ പ്രാർത്ഥന ഉപവാസമായിട്ട് കഴിഞ്ഞു കൊടുക്കുന്ന നിമിഷങ്ങളാണ് അതൊക്കെ. പള്ളിയിലെ പ്രാർത്ഥനാ സമയമാണ് അത്. നമ്മുടെ സഭയിൽ നിന്ന് അത് അന്യം നിന്ന് പോയി. അപ്പോൾ അത് ഉപവാസത്തിൻ്റെ ഭാഗമാണ് അതൊക്കെ. അച്ഛന്മാരും ആൾക്കാരും വന്നിരുന്ന് പന്തല് കെട്ടി പ്രാർത്ഥിക്കുന്ന സമയമാണത്. ബൗസ നോമ്പെന്ന് പറയും, യാചിക്കുക. ബൗസ യാചിക്കുന്ന കർത്താവിനോട് ഇവരുടെ പാപങ്ങൾ പൂജിക്കാനും ക്ഷമിക്കാൻ വേണ്ടി യാചിക്കുന്ന 3 ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും 3 നോമ്പിൻ്റെ ആശംസകളും മറിയത്തിൻ്റെ കൃപയുണ്ടാകട്ടെ. അച്ഛൻ യാത്ര പറഞ്ഞ് പോവാണ്. അച്ഛൻ്റെ ഇടവക്കാരനാണ്
തളർന്നു കിടക്കുന്ന വിൽസൺ കാവീട് ഫ്രാൻസിസ് ഏട്ടനോട് ചോദിക്കുകയാണ് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ഞാനാണ് കുഴപ്പക്കാരി, ഫ്രാൻസിസ് ഏട്ടൻ വലിയ കുഴപ്പമില്ല എന്ന്. അത് കേട്ട് അവരൊക്കെ ചിരിക്കുകയാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും വളരെ മാരകമായ ക്യാൻസർ രോഗത്തിന് അടിമകളാണെന്ന് എല്ലാവർക്കും അറിയാം. ഫ്രാൻസിസ് ഏട്ടൻ്റെ പാൻക്രിയാസിലും എൻ്റെ ആമാശയവും എല്ലാം ക്രോണിക് ക്യാൻസറുകൾ തന്നെ. ഞങ്ങളിങ്ങനെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപ, കരുണ അതുമാത്രമാണ്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന പലരും ഈ സെബട്ടൻ പ്രിവിലേജ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഫ്രാൻസിസ് തലക്കോട്ടിലച്ചൻ ശനിയാഴ്ച വരം പ്രാപിക്കാനുള്ള പ്രാർത്ഥനകൾ ചൊല്ലി ഇവിടെ കൂടിയിരുന്ന മക്കൾക്ക്, ഇതുവരെ ഇങ്ങനെ സ്വീകരിക്കാത്തവർക്ക് വെഞ്ചരിച്ച് നൽകി. ഇത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമേ ചെയ്യേണ്ടതുള്ളൂ എന്നും ശനിയാഴ്ച വരത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഇവിടെ പങ്കുവെക്കുകയുണ്ടായി. അത് ഒരു സന്തോഷത്തിൻ്റെ അനുഭവമായിട്ട് എല്ലാവരും പറയുകയുമുണ്ടായി. എല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും തമ്പുരാൻ്റെ കരുണ കൊണ്ടും നടന്നു പോകുന്നു. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, ഈ ശനിയാഴ്ച വരമെടുത്ത് ബെൻഡിങ് ധരിച്ചാൽ മരിച്ച അടുത്ത ശനിയാഴ്ച വന്ന് കൊണ്ടുപോകുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അമ്മ. പക്ഷേ ജീവിതത്തിൽ വരപ്രസാദം വേണം കേട്ടോ. ജീവിതം ക്രമീകരിക്കാതെ, എളിമയില്ലാതെ, സ്നേഹമില്ലാതെ വെന്തിങ്ങ ധരിച്ചു എന്ന് പറഞ്ഞാൽ അത് ഫലം കിട്ടുകയില്ല. അമ്മ മാതാവ് വെന്തിങ്ങയുടെ ഒപ്പം പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് പൂർത്തിയാക്കണം. എന്തായാലും എല്ലാവരും വെന്തിങ്ങ സ്വീകരിച്ചു. നോക്കി ധ്യാനിക്കാനായൊരുങ്ങുന്ന നേരം മാതാവെന്നുള്ളിൽ മൊഴിഞ്ഞു, ഇതാ നിന്റെ ദൈവം. നമ്മൾ ജപമാല കൈകളെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ കുരിശിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട്, ദിവികാരുണ്യത്തിലേക്ക് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞുതരും, മക്കളെ ഇതാണ് നിന്റെ ദൈവം, നിന്റെ രക്ഷകനും നിന്റെ പരിപാലകനും നിന്റെ സഹനങ്ങളും നിന്നോട് ചേർന്ന്. ഇത് ജോഷി അച്ഛനാണ്, ചെന്നായിപ്പാറ ആശ്രമത്തിലെ ഡയറക്ടർ അച്ഛൻ. 25 വർഷമായിട്ട് ഞങ്ങൾ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ഇന്ന് കൂടിയവരെല്ലാം ജോഷി അച്ഛൻ്റെ ആശ്രമത്തിലേക്ക്, ആകാശപ്പറവുകളുടെ ആശ്രമത്തിലേക്ക് അവരവർക്ക് പറ്റുന്ന ഒരു സഹായം അച്ഛനെ ഏൽപ്പിക്കുകയായിരുന്നു. അവിടെ 350ഓളം ആകാശപ്പറവ അംഗങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കൂട്ടായ്മയുടെ ഒരു ചെറിയ സമ്മാനമായിട്ട് ഇവിടെ വന്നവരെല്ലാം അച്ഛൻ്റെ കയ്യിൽ അവരവരുടെ രീതിയിലുള്ള ഫണ്ട് അച്ഛനെ ഏൽപ്പിക്കുകയാണ്. അവിടെ ഇഷ്ടംപോലെ രോഗികളും മെൻ്റൽ പേഷ്യൻസും ഒക്കെയുള്ള ഒരു ആശ്രമമാണ്, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. കർത്താവിൻ്റെ സന്നിധിയിൽ ചാരിറ്റി പ്രവർത്തനം, കരുണ കാണിക്കുന്ന പ്രവർത്തനം വളരെ വിലയുള്ളതാണല്ലോ. അച്ഛൻ്റെ ബ്രൗഷർ അച്ഛൻ കൊടുക്കുകയാണ് എല്ലാവർക്കും. ചെറിയ തോതിൽ ഭക്ഷണം ഉണ്ടായിരുന്നു. ഇന്ന് 3 നോമ്പിൻ്റെ 2ാം ദിവസമാണ് കേട്ടോ. വലിയ നോമ്പ് തുടങ്ങുന്നതിനേക്കാൾ 18 ദിവസം മുമ്പാണ് 3 നോമ്പ്. ഇന്ന് കുറുവിലങ്ങാട് പള്ളിയിൽ അച്ഛൻ പറഞ്ഞല്ലോ, ഈ കപ്പൽ പ്രദക്ഷിണവും അങ്ങനെയൊക്കെയുള്ള ദിവസമാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ കുറച്ച് രോഗാവസ്ഥയിലായതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും അമ്മ മാതാവ് ഈ കൂട്ടായ്മയോട് കാണിക്കുന്ന വലിയ കരുതൽ അപാരം തന്നെ. അടുത്ത വർഷം അവർ കരുണ കാണിച്ചാൽ 26ാം വാർഷികം ആഘോഷിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിയാണ്. ഇതിൽ മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരുണ്ട് കേട്ടോ, ചെറുപ്പക്കാരായ മക്കൾ. ഭൂരിഭാഗവും മരണത്തോടുകൂടെ, ആരുടെയെങ്കിലും മരണത്തോടുകൂടെ ഈ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട
കുറേ പേരുണ്ട്. ചെറുപ്പക്കാരായ മക്കളുടെ അകാല മരണം. എല്ലാത്തിനും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.